വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ടൊരു ബീഫ് കറി നോക്കിയാലോ. അപ്പോൾ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ബീഫ് മസാലയും ഒന്നിട്ട് കൊടുക്കുക. പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കഴുകി വെച്ച ബീഫ് കുക്കറിലോട്ട് ഇടാം. കുക്കറിൽ ബീഫെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് ഒരു നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കുക. കുക്കർ വിസിലിടാം. നമുക്ക് ഒരു 10 വിസിലോളം വേണം. ബീഫ് ആയതുകൊണ്ട് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 10 വിസിലിടുക. പിന്നെ ഒരു ചട്ടി വെച്ച് ബീഫ് റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബീഫിനുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഗ്രേവി തയ്യാറാക്കാം. ഒരു ചട്ടി വെച്ച് പട്ട, ഗ്രാമ്പ്, പെരിഞ്ചീരകം, ബീഫിന് ആവശ്യമായിട്ടുള്ള വലിയുള്ളി എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ബീഫ് കുക്കർ വിസിൽ വന്ന് അപ്പുറത്ത് നമ്മൾ വിസിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിലോട്ട് കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് അരച്ച് അതിൽ ചേർക്കുന്നുണ്ട്. നമ്മളതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുത്തു. അവിടെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 തക്കാളി അരിഞ്ഞ് അതിലിട്ട് കൊടുത്തായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ കുക്കറിൽ മസാലയെല്ലാം ഇട്ടതുകൊണ്ട് കുറച്ച് ഇതിലിടുന്നുള്ളൂ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ ഗരം മസാല എല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ബീഫ് മസാല ഇട്ടു. അത് 2.5 സ്പൂൺ ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കരിപ്പിടിക്കാതെ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. നമ്മുടെ മസാലയൊക്കെ ഒന്ന് കരിപ്പിടിക്കണ്ടെന്ന് പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തു. കുറച്ച് മല്ലിയില, പുതിനയൊക്കെ ഒന്നിട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കുക. നാരങ്ങൻ്റെ പകുതി അതിനൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിന് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫെല്ലാം എടുത്ത് നന്നായിട്ടൊന്ന് ഇട്ട് ഇളക്കി കൊടുത്തു. നമ്മൾ പത്തിരിക്ക് ബീഫ് കറി റെഡിയായി. പത്തിരിക്കും പൊറോട്ടയ്ക്കൊക്കെ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,